അപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വീണ്ടും അടച്ചു. അതെ, അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ന് സൈൻ ചെയ്യും, നാളെ സൈൻ ചെയ്യും, ഇപ്പം സൈൻ ചെയ്തു, സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വിചാരിച്ചില്ലേ. അങ്ങനെ ഇലക്ട്രോണിക് സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതങ്ങ് കഴിഞ്ഞ സമയം മുതൽ ലെബനനിലോട്ട് ഇത്രയും ദിവസം കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഇസ്രായേൽ എങ്ങനെയാണ് അടിക്കുന്നത് അതിൻ്റെ ഇരട്ടി ലെബനനിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തണം, ബ്ലോക്ക് ചെയ്യണം. ഈ ഒരു ഡീലുമായിട്ട് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകരുത്. അതിന് വേണ്ടിയിട്ട് ഏത് തേർഡ് റേറ്റ് പരിപാടികളും ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വെറുതെ അടിക്കില്ല, വെറുതെ അല്ല. അവിടുത്തെ ഈ ഹിസ്ബുള്ളാൻ അടിക്കാമെന്നും പറഞ്ഞാൽ അവിടുത്തെ സാധാരണ വീടുകളിലും സാധാരണ അപ്പാർട്ട്മെൻറ്റുകളിലും മാക്സിമം ആളുകളെ കൊന്നൊടുക്കുക. ഓരോ ദിവസം 20-30 ആളുകളെ ബോംബ് ചെയ്ത് കൊന്നു തീർക്കുക. ഇതായിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇസ്രായേൽ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഏത് രീതിയിലും ഇത് മുന്നോട്ട് പോകരുത്. ഏതെങ്കിലും ജനീവയിലോട്ട് ഇറാൻ്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിനിധികളോ ഇത് സൈൻ ചെയ്യാൻ വേണ്ടി വരാൻ പാടില്ല. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ആ ക്യാൻസൽ, അതിൽ ഇന്നലെ അവിടെ നടക്കേണ്ടിയിരുന്ന സകല പരിപാടികളും ക്യാൻസൽ ചെയ്ത് നമ്മൾ കണ്ടു. അതൊരു മാറ്റമില്ല. ഇന്ന് രാവിലെ വീണ്ടും ഇപ്പം അതായത് നമുക്കറിയാം ഈ ഫോസ്ഫറസ് ബോംബിങ്, അതായത് ബോംബിൻ്റെ അടിയിൽ ഫോസ്ഫറസ് വെച്ചിട്ട് അവിടുത്തെ ആളുകളുടെ ഭാവി വരെ തൊലയ്ക്കാമെന്നുള്ളതിൽ ജനിതകപരമായിട്ടും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം തന്നെ ഇല്ലാണ്ടാക്കാൻ, അവിടെ ഫ്യൂച്ചർ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഫോസ്ഫർ ബോംബുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഇന്നലെ അവിടെ കൊണ്ടിട്ടത്. അതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് തെളിവുകളടക്കമുള്ള ഫോട്ടോസ് ഇമേജസാണ് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇറാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് വൈകിട്ടായി കുറച്ച് സമയം മുമ്പാണ് ഇറാൻ പറഞ്ഞത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ചെയ്തിരുന്നത്. നമ്മുടെ ചില കപ്പലുകൾ വന്നിരുന്നതിലൂടെ കംപ്ലീറ്റ്ലി വീണ്ടും ക്ലോസ് ചെയ്യാൻ ഇറാൻ തീരുമാനിച്ചു. ഇനി അത് ക്രോസ് ചെയ്ത് വരുന്ന ഏതെങ്കിലും കപ്പലുകളുണ്ടെങ്കിൽ വിത്തൗട്ട് എനി നോട്ടീസ്, ഒരു കാര്യമില്ലാണ്ട് അല്ലെങ്കിൽ ഒരു വാണിംഗും ഇല്ലാണ്ട് ഞങ്ങൾ കടലിൽ മുക്കും, അത്രയേ ഉള്ളൂ. അതായത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഈവൻ ഇസ്രായേലിൻ്റെ അകത്ത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ പലരും വന്നിട്ട് പല ഇതും പറയുന്നുണ്ട്. ഈ നെതന്യാഹു കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ അവർക്ക് യുദ്ധം ചെയ്യേണ്ടെന്ന് അവർ പറയുന്നില്ല. അവർക്ക് യുദ്ധം ചെയ്യാൻ അവർ റെഡിയാണ്, അവർക്ക് ഇറാനെതിരെ യുദ്ധം ചെയ്യണം വേണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതായത് ഇറാനുമായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടോ അല്ലെങ്കിൽ മറ്റെല്ലാ ലോക രാജ്യങ്ങളുടെ ഇടയിലും കംപ്ലീറ്റ് അവരുടെ ഒരു ഫോറിൻ പോളിസി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥയിൽ നമ്മുടെ ഡിപ്ലോമസി എത്തിച്ചതിന് ശേഷമാണ് ഇപ്പം ഈ യുദ്ധമായിട്ട് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. യുദ്ധം ചെയ്യുന്നതിൽ അവർക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ യുദ്ധം ചെയ്യുന്നതിൽ ഒട്ടും അവർ തൃപ്തരല്ല. നെതന്യാഹുവിനെ എത്രയും പെട്ടെന്ന് മാറ്റണം എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പം അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുള്ളത്. അപ്പം ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇറാൻ്റെ പ്രഖ്യാപനം ആഗോള വ്യാപാരത്തിൽ നിർണായകമായിട്ട് നിൽക്കുന്ന ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചിട്ടതായിട്ടുള്ള ഇറാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രം MOUയുടെ അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ ഇമ്മാതിരി കളി കളിക്കും എന്ന് അവർക്ക് ആദ്യമേ അറിയായിരുന്നു. അത് അവർ കളിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഹോർമോസിലൂടെയുള്ള എല്ലാ തരത്തിലുള്ള ഇതും നിർത്തിക്കൊള്ളാൻ. ഈവൻ അമേരിക്ക വരെ ഇന്നലെ ഹോർമോസിലെ കംപ്ലീറ്റ് സൈനിക ഉപരോധങ്ങളും നീക്കി ഇനി ഇറാനിലോട്ട് കപ്പലുകൾക്ക് പോകാനും അവിടെ നിന്ന് പുറത്തു വരാനും ഒരു തരത്തിലുള്ള ഉപരോധം ഇല്ല എന്ന് പറഞ്ഞ സമയത്താണ്, അങ്ങനെ എല്ലാം ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് വരുന്ന സമയത്താണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആക്രമണം ലെബനോനിലോട്ട് ഇസ്രായേൽ അയച്ചു വിട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫൈനലി ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉള്ളത്. ഇനി അത് മാത്രമല്ല, ഈ ഇറാൻ്റെ ഒരു പോർഷൻ നമ്മൾ എടുത്ത് ഇറാൻ്റെ അകത്ത് ഇപ്പോൾ പല വാർത്തകളും നിങ്ങളുണ്ടാവും. ആഭ്യന്തരമായിട്ട് അവിടെ ഭയങ്കര പ്രശ്നമാണ്. അവിടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നം റെജീം ചേഞ്ച് എന്നുള്ള പ്രശ്നമല്ല ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയായിട്ട് കൈ കോർക്കണ്ട, അമേരിക്കയായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടോ കൈ കോർക്കാൻ നിൽക്കരുത്, യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത്. ഞങ്ങളുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനേനെ ഇല്ലാണ്ടാക്കി, ഇത്രയും കാലം നമ്മുടെ മേലെ ഇത്രയും വലിയ ഉപരോധങ്ങൾ ഉണ്ടാക്കി, അങ്ങനത്തെ ഒരു അമേരിക്കയായിട്ട് കൈ കോർക്കണ്ട, നിങ്ങൾ ഇസ്രായേലിനെ അടിച്ചോ, ഇസ്രായേലിനെ തീർക്കുക. ഇതാണ് അവിടുത്തെ അവസ്ഥ. അത് ഏറ്റവും ലേറ്റസ്റ്റ് ഇറാനിലെ പ്രതിഷേധം. ഇറാനിലെ തീവ്ര നിലപാടുകാരായിട്ടുള്ള ആളുകൾ അവിടുത്തെ 80% മേലുള്ള ആളുകൾ, തീവ്രത കൂടുതലുള്ള ആളുകൾ. അവർ പറഞ്ഞിട്ടുള്ളത് തീവ്ര പാർട്ടികൾ നിലവിലെ ഭരണകൂടത്തിനെതിരെയാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. എന്തിനാണ് പെഷഷ്കിയാനും അതുപോലെ ഗാലിബാബിന് എതിരെയാണ് സംസാരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം. മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനയുടെ വധത്തിന് കാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാരുമായിട്ട് കൈ കോർക്കരുത്. ഇറാൻ ഭരണകൂടത്തിനെ ഇത്രയും ബുദ്ധിമുട്ടിച്ച് അവരുടെ കംപ്ലീറ്റ് വറ്റിച്ച് കളഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരാളുകളുമായിട്ട് കൈ കോർക്കാൻ പാടില്ല. കടുത്ത ആഭ്യന്തര സമ്മർദ്ദമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികളുമായിട്ട് നേരിട്ട് അല്ലെങ്കിൽ വേദി പങ്കിടാനോ കൊടുക്കുന്ന ഒരവസരം പോലും അല്ലെങ്കിൽ ഇറാൻ ഉദ്യോഗസ്ഥർ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇറാൻ്റെ അകത്തുള്ള ഒരു 80% ആളുകളുടെ മനസ്സിലിരിപ്പ്. ആ ഒരു അവസരത്തിലാണ് ഇത് സൈൻ ചെയ്യാം, നമുക്ക് യുദ്ധം നല്ല രീതിയിൽ നിർത്താം, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർത്താം എന്നുള്ള രീതിയിൽ അമേരിക്കയും ഇറാനും എത്തിയത്. അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഇപ്പം ഇസ്രായേലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇനി അമേരിക്കയിലെ കുറേ ആളുകളുണ്ട്, ഇസ്രായേൽ അല്ലെങ്കിൽ ജൂത അല്ലെങ്കിൽ അമേരിക്കൻ പാർട്ടികളിലും അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ്സിലൊക്കെയുള്ള പല ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരിട്ട് മൊത്തം അമേരിക്ക അങ്ങനെയല്ല, അവിടെയും ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഇടയിൽ കൂടെ വരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളും അമേരിക്കൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഹോർമോസ് അടക്കം കൂടെ ചെയ്തപ്പം വീണ്ടും ജെ ഡി വാൻസ് ഇന്നലെ എത്തേണ്ടതായിരുന്നു സ്വിറ്റ്സർലാൻഡിൽ, അത് സ്റ്റോപ്പ് ചെയ്തിരുന്ന വീണ്ടും ജെ ഡി വാൻസ് സ്വിറ്റ്സർലാൻഡിലോട്ട് വരാൻ പോവുകയാണെന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ഓൾറെഡി ഇത് ഇറാനിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഓൾറെഡി ടെക്നിക്കൽ റൗണ്ട് ഓഫ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ജെ ഡി വാൻസ് അങ്ങോട്ട് എത്തും. അപ്പോഴേക്കും മാത്രമേ ഇവരുടെ രണ്ടുപേരുടെയും വരവ് ക്ലിയർ ചെയ്ത് ഓപ്പണിംഗ് ആയിട്ടെങ്കിൽ മാത്രമേ ഇറാൻ്റെ പ്രതിനിധികൾ അങ്ങോട്ട് വരുന്നുള്ളൂ. അതും അവരൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് ആളുകൾ വരും. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് കണ്ടിട്ട് മാത്രമേ ഇറാൻ്റെ ബാക്കി സിഗ്നേറ്ററീസ് ഇപ്പം സ്വിറ്റ്സർലാൻഡിലോട്ട് വരുന്നുള്ളൂ എന്നുള്ള ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ആക്രമണം ലെബനോനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഇത് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് ആർക്കും ഇല്ല. ലോകത്തിൽ ഒരാൾക്ക് പോലും, ഈവൻ ട്രംപ് വരെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ ഒരു ഡിസ്കഷൻസ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതല്ലാത്ത വേറെ ഈ പുതിയ വാർത്തകളും അപ്ഡേറ്റുകളും യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റുകളൊക്കെ ചെയ്യുക. വീഡിയോ ആക്റ്റീവാക്കി വെക്കണം, കൂടുതൽ ആളുകൾ അടുത്തോട്ട് എത്തിക്കണം. കാരണം അത്രയും ആളുകൾ ഇതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനും പൊട്ടിക്കെട്ടാനും ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോസ് ഭയങ്കരമായിട്ട് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇഷ്യൂ ഇതാണ്, നമ്മളെ ഒരു രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് വരരുത്, സംസാരിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ആളുകൾ കഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ നടക്കുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആളുകൾ കാണാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ മാക്സിമം ലൈക്കും നിങ്ങളുടെ വട്ട് എവർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് കമൻറ്റ്സ് എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വീഡിയോൻ്റെ താഴത്തിടുക. അടുത്ത ഒരു അപ്ഡേറ്റിൽ കാണാം. ബൈ.